നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നട്ടെല്ലാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയാം. കാരണം ഇടതുപക്ഷത്തേക്ക് ആളെ ചേർക്കാനും ആളുകൾക്ക് ഇടതുപക്ഷത്തിലേക്ക് വരുന്ന ആളുകളുടെ അതായത് നേതാക്കന്മാരുടെ ഭാര്യമാർക്കൊക്കെ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളായും എല്ലാ തരത്തിലുള്ള ഉഡായിപ്പുകളും നടത്തുന്ന സ്ഥാപനങ്ങളായും ഒക്കെ സഹകരണ ബാങ്കുകളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവർ മാറ്റിയിട്ടുണ്ട്. സഹകരണ ബാങ്കുകൾ, കരുവന്നൂർ സഹകരണ ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ, ആ ബാങ്കുകളിൽ എന്തൊക്കെ തരത്തിലുള്ള കൊള്ളയാണ് നടന്നതെന്ന് പിന്നീടാണ് നമുക്ക് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവർ ജനങ്ങളെ പിടിച്ചു നിർത്താനായി യാതൊരു ഉപാധികളുമായി ഇല്ലാതെയും പലതരത്തിലും അവിടെ നിന്ന് പണം നേതാക്കന്മാർ കട്ടെടുക്കുന്നു, മറ്റുള്ളവർക്ക് നൽകുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്ന ഒരു സ്ഥാപനമായിരുന്നു സഹകരണ ബാങ്കുകൾ. കേന്ദ്ര സഹകരണ വകുപ്പ് തന്നെ നിലവിൽ വന്നതോടുകൂടി അമിത്ഷായുടെ നേതൃത്വത്തിൽ, അമിത്ഷായാണ് അതിന്റെ മന്ത്രി, സഹകരണ മന്ത്രി. ഏതായാലും പിന്നീട് കേന്ദ്രം നിയന്ത്രിക്കുന്ന ബാങ്കുകൾ വരുന്നു, ഈ ബാങ്കുകൾ കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇങ്ങനെ വരുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞതാണ്, കേരളത്തിലെ സഹകരണ ബാങ്കുകളാണ് CPM-ന് നട്ടെല്ല്. അതുകൊണ്ട് തന്നെയാണ്. കാരണം അനധികൃതമായി അവിടേക്ക് ജോലിക്ക് ആളെ കയറ്റുകയും അവനവന് ഇഷ്ടമുള്ളവരെ അവിടെ ജോലിക്ക് എടുക്കുകയും അതുപോലെ തന്നെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ആധാരമില്ലാത്തവന് പോലും ലോൺ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് സാധാരണക്കാരായ ജനങ്ങൾ ചിലപ്പോൾ ചെറിയ അവരുടെ ആധാരം കൊണ്ട് കൊടുത്താൽ അവർക്ക് പെട്ടെന്നൊരു ലോൺ സാധ്യമായി കിട്ടും. പക്ഷെ ആ ലോൺ വെച്ച് ആ ലോൺ നിലനിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആ ആധാരം വെച്ച് വേറെ വലിയ രീതിയിലുള്ള ലോണും ഇവർ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ നിരവധി ക്രമക്കേടുകൾ പുറത്തു വന്നു. ഇതിന്റെ പേരിൽ അന്വേഷണവും നടക്കുകയാണ്. തൃശ്ശൂരിലെ ബാങ്കുകളെ സംബന്ധിച്ചുമൊക്കെ അന്വേഷണം നടക്കുകയാണ്. അതായത് നമുക്കറിയാം, ഭാസുരാങ്കന്റെ ഒരു ബാങ്ക് CPIയുടെ ബാങ്കായിരുന്നു കണ്ടല സർവീസ് സഹകരണ ബാങ്ക്. അവിടെ അച്ഛനും മകനും ഭാര്യയും മരുമകളും ഒക്കെ ചേർന്ന് നടത്തിയ തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് അറുതി വരുന്നു. പുതിയ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾക്ക് കൂടി തുടക്കമിടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ വരുന്നു എന്നാണ് പുതിയ വിവരം. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തിലെ ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നതും. കേന്ദ്ര നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലായിരിക്കും കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുന്നതും. NUCFDCക്ക് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയുടെ സ്വയം നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്കിന്റെ അനുമതി കഴിഞ്ഞ ദിവസം ലഭ്യമായി. കേന്ദ്രം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതോടെ കേരള ബാങ്കിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു പോകും. ATM സൗകര്യം, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ, ക്ലിയറിംഗ് സംവിധാനം, SLR പരിധി നിലനിർത്തുന്നത്, റീഫിനാൻസിംഗ് എന്നിവ നൽകുന്നതിന് അർബൻ സഹകരണ ബാങ്കുകൾക്ക് ഇനി സാധിക്കുകയും ചെയ്യും. നിലവിൽ രാജ്യത്തുടനീളം 11,000 ശാഖകളോടെ 1,500-ലധികം അർബൻ സഹകരണ ബാങ്കുകളുണ്ട്. അമിത്ഷാ മന്ത്രിയായ സഹകരണ വകുപ്പിന്റെ തന്നെ കീഴിലായിരിക്കും ഇത്തരം ബാങ്കുകൾ ഇനി പ്രവർത്തിക്കുക. ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റും സഹകർ ഭാരതിയുടെ ദേശീയ പ്രസിഡന്റുമായ ജ്യോതീന്ദ്ര മേത്തയാണ് NUCFDCയുടെ ചെയർമാൻ. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയുടെ നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്കിന് ഇപ്പോൾ അനുമതിയുമുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സഹകരണ ബാങ്കുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നു. കേരളത്തിൽ സഹകരണ ബാങ്ക് വഴിയുള്ള തട്ടിപ്പുകൾ തീർക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങുന്നു എന്ന് തന്നെയാണ്.